എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ്. സർവൈവിങ് ഇൻ ദ ആമസോണസ്. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലോഗർ മായിന്. ഈ പയ്യന് ചെയ്യുന്ന ഓരോരോ ബ്ലോഗും അത് ഒരുപാട് പേര് ഏറ്റെടുത്തതാണ്. ഇപ്പോൾ അടുത്തായി അമേസിങ് കാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ ഒരുപാട് മീഡിയയിൽ കൂടി വരാൻ തുടങ്ങി. എന്ത് പറ്റി മായിന്, എവിടെ എന്ത് സംഭവിച്ചു, വല്ല അപകടത്തിൽ പെട്ടോ എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങളുണ്ടായിന്. അതിനുശേഷം മായിനെ പുറത്ത് തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞ വാക്കുകളാണ്. ഫുള്ളൊന്ന് നിങ്ങൾ കേട്ടു നോക്കട്ടെ. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഞാൻ ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ വില്ലേജിൽ ഒരാൾക്ക് മാത്രമാണ് ഫോണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. നോട്ട് ദ പോയിന്റ്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ യാത്ര ആരംഭിച്ചു വിട്ടു. കുറെ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. അങ്ങനെ വലിയ വൃക്ഷങ്ങള് ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ്, വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ച് ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവര് പുഴ എടുത്തോണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ചാടിപ്പോവാൻ വേണ്ടി നോക്കി. അപ്പോഴും അതെടുത്തോണ്ട് പോയി. അവര് 2 പേര് അങ്ങനെ പുഴയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കി പോയി. അങ്ങനെ എനിക്ക് വേറൊന്നും വഴിയില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. കഴിഞ്ഞ ദിവസം ദ ലോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ മൂവി, കൊളംബിയയിലെ 3 ഇൻഡിജിനിയസ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ഒരു ഹെലികോപ്റ്റർ, ഒരു ചെറിയ ഫ്ലൈറ്റ് തകർന്ന് വീണു. ആമസോൺ കാട്ടിൽ തകർന്ന് വീണു. അതിൽ നിന്ന് എല്ലാവരും മരിച്ചു. ആ കുട്ടികൾ മരിച്ചില്ല. 11 മാസം പ്രായമുള്ള കുട്ടി വരെ ഉൾപ്പെടെ കാട്ടിലൂടെ 40 ദിവസം സർവൈവ് ചെയ്ത സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ഇന്നലെ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിന്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്തണം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. മനസ്സിലാക്കണം, 30 സെക്കൻഡോളം നീന്തി ഒരു കരയിലെത്തി. അവിടുന്നും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഈ വീഡിയോ. ഇതിൽ ചില ആളുകൾ പറയുന്നത് റീച്ചിനും വേണ്ടിയിട്ട് ഈ മായിന് ഇത് ചെയ്ത് കൂട്ടിയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേൾക്കുക ഫുള്ള്.
പാമ്പിനെ വലിയ പേടി. പാമ്പും വെള്ളവുമാണ് എൻ്റെ ഏറ്റവും പേടിയുള്ളത്. പാമ്പും വെള്ളമാണ് ഏറ്റവും പേടിയുള്ളത് എന്ന്. ആ പാമ്പും വെള്ളവും പേടിയുള്ള ഈ മായിന്, വെള്ളം പേടിയുള്ള ഈ മായിന് അമേസൺ കാട്ടിൽ ഇത്ര വലിയൊരു ഒഴുക്കുള്ള വലിയൊരു പുഴയിൽ വലിയൊരു ഇതിൽ ഈ ചെറിയൊരു ചങ്ങാടം കൊണ്ട് പോവാനും മുതിരുമോ? ഇതിൽ എന്തെല്ലാം റീച്ച് കൂട്ടാനെന്ന് ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സത്യമാണോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോന്ന്. വെള്ളം പേടിയുള്ള ഈ മായിന് എങ്ങനെയാണ് ഇത്ര വലിയ വെള്ളം നല്ല ചെറിയൊരു 6000 ഉറുപ്പൻ്റെ ഇതിൽ പോകുന്നത്? അത് നിങ്ങൾ കേൾക്ക് ഫുള്ള്. ഒന്നും നോക്കിയില്ല, ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി. കയ്യിൽ ഫുള്ള് മുറിവ്, കൈ ഫുള്ള് മുറിവ്, ചെരുപ്പില്ല, ഒന്നുമില്ല, കാലും കൈയും എല്ലാം മുറിവ്. ചിലയിടത്ത് ബുഷസ് എത്തുമ്പോൾ ബുഷസ് എൻ്റെ തല മുകള് വരെ ഉണ്ടാവും. കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. ചിലയിടത്ത് വന്നപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു വാഴമരം ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറേ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എൻ്റെ വാഴപ്പഴം എല്ലാം പോയി. എന്താ അല്ലേ, ആ കാട്ടിൽ കൂടി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് നമ്മൾക്ക് അവിടെ പഴത്തിൻ്റെ ഇതിൽ കുറേ സാധനങ്ങൾ കിട്ടി. അതെടുത്തിട്ട് സുരവിച്ചിട്ട് പിന്നെ കഴിക്കാന്നുള്ള ഒരു ചിന്തയിലാണ് മൂപ്പര് ചെയ്തത്. അപ്പോഴേക്കും ഒരു ചളിക്കുയിൽ വീണിട്ടാകുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കേൾക്കും നിങ്ങൾ. വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവര് പോയ വഴി, ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോ ഇവരും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോ അവർ ഒഴുക്കിൽ പെട്ട് പോയി എന്ന് പറഞ്ഞ് അരിമായിന്. പിന്നെങ്ങനെയാണ് ഇവനിക്ക് അറിയുന്നത് അവർ വിളിച്ചുകൊണ്ട് പോയിന്ന്? എന്താണ് ഈ കഥ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവൻ നല്ലൊരു ബ്ലോഗറാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലോഗറാണ്. പക്ഷെ ഇതിൽ വല്ലൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒരു തോന്നൽ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇവരെ അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. അങ്ങനെ അവര് തോണി എടുത്തോണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു. ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പൊ ഞാനും ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടെ നിന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തോണ്ട് എന്നെ രക്ഷിക്കാം. അപ്പം നോക്കി, ഇവൻ ഈ കാട്ടിലിങ്ങനെ അങ്ങോട്ട് പോയത് നേരെ ഓപ്പോസിറ്റ് പോയതാണ്, കാട്ടിൽ അങ്ങോട്ടേക്ക്. പിന്നെ എങ്ങനെ തിരിച്ചിട്ട് അവരെ വന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെ എത്തുന്ന ഒരു പോയിന്റ് നോക്കിയാൽ പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, തറയിൽ കൂടെ പട്ടി എഴയുന്നത് പോലെ. കാരണം ഫുള്ള് പുഴയുടെ അടുത്തെത്തിയപ്പോ ഫുള്ള് ഇങ്ങനെ താന്ന് പോകുന്നു. അപ്പം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ കുഴിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിലെത്തി ഏകദേശം ഒരു വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരത്തിന് ശേഷം അവരുടെ ബോട്ടിൽ വഞ്ചിയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ കൊണ്ടാക്കി. ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇന്നലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒഴുകിയിട്ട് എവിടെയോ പോയത്, എത്രയോ കിലോമീറ്റർ അവർ പോയതിനു ശേഷം വീണ്ടും തിരിച്ചിട്ട് കാട്ടിൽ അങ്ങനെ ഇങ്ങോട്ടെല്ലാം വന്ന് അങ്ങനെ തിരിച്ചിട്ട് എന്താക്കി, മുമ്പ് എവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത് അതേ അതിലേക്ക് തന്നെ നാട്ടിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇതിലെന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് കേട്ടാ. നല്ലൊരു സംഭവിച്ചത് എന്റെ ബോട്ട് എന്തോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഒരു ഭയങ്കര കണക്ഷൻ കിട്ടിയ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും നല്ലതുപോലെയൊക്കെ റിപ്പയർ ചെയ്തു. എൻ്റെ ഒരു വീട് പോലെ ആയിരുന്നു ഞാൻ കരുതിയത്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ട്രാവൽ പാർട്ണറിനെ പോലെ. പക്ഷെ ഇത് സംഭവിച്ചു. ബട്ട് എന്തോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ കാണുമെന്നും രക്ഷപ്പെട്ടിരിക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള പുഴയും കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതില് വലിയ സന്തോഷമുണ്ട്. പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സത്യം പറയാലോ. ഞങ്ങൾക്കും അതന്നെ തന്നെ. കാരണം വെച്ചാൽ ആ രക്ഷപ്പെട്ടതില്ല, ഒരുപാട് ഞങ്ങൾക്കും സന്തോഷം തോന്നിപ്പോയി. നിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തിരിച്ചു കിട്ടിയെന്നുള്ള ഒരു സന്തോഷം ഞങ്ങളെ മനസ്സിലേക്ക് എന്തായാലും ഉണ്ട്.
രക്ഷപ്പെട്ട് കിട്ടിയ സാധനങ്ങളാ. നമ്മുടെ വീട്, ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പുഴയില് വെള്ളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ആ പോയ സമയത്ത് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, എല്ലാം രക്ഷപ്പെട്ടിട്ടാകുമ്പോൾ കിട്ടിയത്. എന്ന് വെച്ചാൽ മായന അവിടെ പറയുന്നുണ്ട്, എനിക്ക് പിന്നെ രക്ഷപ്പെടാനും വേണ്ടിയിട്ട് കഴിഞ്ഞ ഒഴുക്കിൽ ഞാൻ പെട്ടുപോയി, അങ്ങനെ തെറിച്ച് വീണതാണ്, ഞാൻ ചാടിയതാണെന്ന്. അപ്പോൾ ഈ സാധനങ്ങൾ എങ്ങനെ അവിടെ കിട്ടി? ഉണക്കമാണ് അവിടെ. ഇതിനിടയിൽ വീഡിയോ എടുക്കാനായിട്ട് ചിത്രീകരിച്ചു വെച്ച ഒരു വലിയൊരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇവരുടെ ഫാമിലിയുടെ കൂടെ മരിച്ചിന് പറിക്കാൻ പോയത്, അവരുടെ കൂടെ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്തത്, മുതല ഇറച്ചി കഴിച്ചത്, നമ്മൾ ഹണ്ട് ചെയ്ത മുതല ഇറച്ചി കഴിച്ചത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ, ഞാൻ ആക്ച്വലി ഫോണും ക്യാമറയൊക്കെ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ, ഫോൺ ഞാൻ അറിയാതെ ഈ റാഫ്റ്റിലായിരുന്നു വെച്ചത്. ഇടിച്ച സമയത്ത് പോക്കറ്റിൽ ഇടാൻ വേണ്ടി ഓർത്തില്ല. ഈ ക്യാമറ, എൻ്റെ ഗോപ്രോ പോലത്തെ DJയുടെ ആക്ഷൻ ക്യാമറ ഇവിടെ ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷെ അത് ഞാൻ ഈ മരത്തിൽ കയറി പിടിച്ചപ്പോൾ ഞാൻ സ്ക്യൂസ് ആയി കേട്ടോ. ഈ മരത്തിലൊക്കെ എൻ്റെ ദേഹം ഫുള്ള് സ്ക്യൂസ് ആയിപ്പോയി, ഭയങ്കര സ്ക്യൂസ് ആയിപ്പോയി. അപ്പോൾ ഇതിനിടയിൽ ഈ ക്യാമറ പൊട്ടി വെള്ളത്തിൽ വീണ്. ഇത് അറിഞ്ഞില്ല. ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ച് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ക്യാമറ നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു പിടി മാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 ദിവസം എൻ്റെ ദേഹം ഫുള്ള് ഭയങ്കര വേദനയായിരുന്നു. കാരണം എല്ലൊക്കെ എന്തോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്ക്യൂസായി ആണ് കയറി പിടിച്ച്, ഞാൻ എൻ്റെ വാരിയെല്ലാം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സ്ക്യൂസ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചുറീസ്, അതൊക്കെ മാറി തുടങ്ങി. കയ്യിൽ മുറിവ്. ക്യാമറ കിട്ടിയെന്നും അങ്ങനത്തെ ഒരു വാക്കല്ല അവിടെ പറഞ്ഞത്. അപ്പം ക്യാമറ ഫസ്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ കേൾക്കും. കാലില് മുറിവുകൾ, പിന്നെ ഈ കാട്ടിലൂടെയൊക്കെ നടന്നതിൻ്റെ ഇത്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ജംഗിൾ മൂവി കണ്ട ഫീലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് പറയുമ്പോൾ നിങ്ങൾക്കും തോന്നില്ല, ഒരു ജംഗിൾ സിനിമ ഒരു അഭിനയിച്ച മാതിരി എന്നെ കാണുന്നില്ലേ? പക്ഷെ നല്ലൊരു പിന്നെ ബ്ലോഗറും നല്ലൊരു ആക്ടറുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മായൻ. പക്ഷെ അതിനുശേഷം വേറെ വീഡിയോ വന്നിട്ടുണ്ട് മൂപ്പരെ. അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഇടിയൊക്കെ കയറ്റി ജയിലായത്, അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബട്ട് വെള്ളത്തിൽ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞാൻ രക്ഷപ്പെടുമെന്ന്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി എനിക്കൊരു ബ്ലാങ്ക് ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ചപ്പം ഞാൻ ആകെ കണ്ടത് എൻ്റെ ഫ്രണ്ട് മരത്തിൽ കയറി പിടിക്കുന്നു, ബട്ട് അവൻ വെള്ളത്തിൽ മുങ്ങി പോകുന്നു. പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബ്ലാങ്ക് ഔട്ടാണ് കേട്ടോ. ഒരു 10 സെക്കൻഡ് എന്ത് നടന്നു എന്ന് അറിഞ്ഞൂടാ. പിന്നെ നടന്നതെന്ന് പറയുമ്പോൾ, ഞാൻ കാണുന്നതെന്ന് പറയുമ്പം, ഈ പൊളിഞ്ഞ ചങ്ങാടത്തിൽ 2 പേര് നിന്ന് എൻ്റെ കുറച്ചപ്പുറത്ത് 50 മീറ്റർ അകലെയായിട്ട് അവരങ്ങ് നീന്തി ഒഴുകി പോവുക. അപ്പം ഇതിന് മുന്നേ ഉള്ള സംഭവിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അടിയിൽ കൂടെ പോയെന്ന്. പക്ഷെ അത് എങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കണം, കാരണം മുകളിലൂടെ പോകാൻ പറ്റില്ലല്ലോ. ബട്ട് എനിക്കത് ഞാൻ കണ്ടിട്ടില്ല, അതെങ്ങനെയാണ് നടന്നതെന്ന് അറിയില്ല. എനിക്ക് ബ്ലാങ്ക് ഔട്ടായി കേട്ടോ. ഈ സംഭവം എൻ്റെ സുഹൃത്തുക്കൾക്കും സംഭവിച്ചു, ബ്ലാങ്ക് ഔട്ടായി. അവർ ഏതോ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഇത് നടന്നപ്പം അവരുടെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി കേട്ടോ. പിന്നെ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ആണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തത്, അവരുടെ മൈൻഡ്, ചിന്തകൾ. അത് എനിക്കറിയില്ല കേട്ടോ, അത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇടയിൽ എനിക്ക് എൻ്റെ ബാഗ് കിട്ടി. ആ ബാഗ് സംഭവം രക്ഷിച്ചെടുത്തത് മറ്റുള്ളവരായിരുന്നു. വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ബാഗുകൾ അവർ കണ്ട. ബാഗ് കിട്ടിയത് എങ്ങനെ, അത് ഒഴുകിക്കൊണ്ട് ഇത്ര വലിയ ഒഴുക്കിൽ കൂടിയിട്ട് പോകുമ്പോൾ ആ ബാഗ് കിട്ടാനുള്ള ഒരു ഇത് നോക്കി ഞങ്ങളിത് വല്ലാത്ത ഒരു ഇതന്നെ അല്ലേ, അത് ഒരു ഭാഗ്യമാണ്. ആ ബാഗ് ഇങ്ങനെ ഇത്ര വലിയ ഒരു വെള്ളത്തിൽ, ഒഴുക്കുണ്ട വെള്ളത്തിൽ, വലിയ തടി മരങ്ങൾ വരെ ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിൽ കൂടിയിട്ട് ആ ബാഗ് കിട്ടുമ്പോൾ എന്തൊരു ഭാഗ്യമായിട്ടത്. കരക്ക് കയറ്റി അവരാണ് കൊണ്ടുവന്നത്. ഇവിടെ എൻ്റെ ഫോണ്, എൻ്റെ ക്യാമറയൊക്കെ പോയി. അതേസമയം മറ്റുള്ളവരുടെ ഫോണൊക്കെ അവരുടെ പോക്കറ്റിലുള്ളായിരുന്നുണ്ട്, ഫോൺ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എടുത്ത കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തായാലും ജീവനോടെ വന്നു. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഈ യാത്ര വലിയൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ചെയ്തത്.
ബട്ട് എന്നിരുന്നാലും നെക്സ്റ്റ് പുതിയ വലിയ പ്രിപ്പറേഷനോടെ വന്ന് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഒരിക്കലും ആമസോൺ നദി മുഴുവൻ ഞാൻ റാഫ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് പോകാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ. നെക്സ്റ്റ് തവണയും ചെയ്യും. നെക്സ്റ്റ് തവണയും ചിലപ്പോൾ അപകടം വന്നേക്കാം, ചിലപ്പോൾ മരിച്ചേക്കാം, പക്ഷെ മരിക്കൂല. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പോൾ താങ്ക് യു, ബൈ. കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഇനിയും ചെയ്യുന്നു പ്ലീസ് മൈൻ, ഇങ്ങനെയുള്ള സാഹസികം ഒന്നും ചെയ്യല്ലേ. കാരണം വെച്ചാൽ താങ്കളെ വീഡിയോയിൽ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ പറ്റി അവരുടെ അടുത്ത് ആ രാജ്യത്തെ നാട്ടുകാരുമായിട്ടും അവരുടെ ഇത് കാര്യങ്ങളായിട്ടും നിങ്ങൾ ഇത് ബ്ലോഗിൽ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യല്ല എൻ്റെ പ്രിയപ്പെട്ട മൈൻ ബ്രദർ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ വല്ല ഇതൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ.